നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ അബദ്ധങ്ങൾ, തെറ്റുകൾ, വീഴ്ചകൾ, ഇവക്ക് അല്ലാഹു നമ്മളെ പിടികൂടുകയില്ല, ശിക്ഷിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമ്മിൽ ഭൂരിഭാഗവും. അതിൻ്റെ കാരണം, ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും തുല്യമായി അല്ലാഹു എന്നെ ശിക്ഷിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്നതാണ്. ഞാൻ ഒരുപാട് തെറ്റുകൾ രഹസ്യമായി ചെയ്യുന്നുണ്ട്, അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ രഹസ്യമായി ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് തുല്യമായി പടച്ച റബ്ബെന്നെ പിടികൂടുകയായിരുന്നുവെങ്കിൽ അല്ലാഹു ഏതൊക്കെയോ രൂപത്തിൽ എന്നെ ശിക്ഷിക്കേണ്ടതായിരുന്നു. അതിന് പുറമെ പരസ്യമായി ചെയ്യുന്നത് വേറെയുണ്ട്. ഈ ഒരു ചിന്തയിൽ നിന്ന് നമ്മുടെ മനസ്സിലുണ്ടായിത്തീർന്ന ഒരു മനോഭാവമാണ് ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും അല്ലാഹു എന്നെ പിടിക്കൂല എന്ന ഒരു ധാരണ. യഥാർത്ഥത്തിൽ വിശ്വാസികളായ നമ്മെ അല്ലാഹു വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിൽ നിന്ന് നാം വ്യതിചലിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു നമ്മളെ, വിശ്വാസികളായ നമ്മളെ പിടികൂടുന്നുണ്ട്, ശിക്ഷിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആ പിടികൂടലും ശിക്ഷയുമൊക്കെ? അത് ശിക്ഷ, പിടികൂടുക എന്നൊക്കെ പറയുമ്പോൾ കേവലം ഭൗതികമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമെന്ന ധാരണ നാം തിരുത്തുക. ഏറ്റവും വലിയ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ചുള്ള സ്മരണ നമ്മുടെ മനസ്സിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്നു എന്നതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനെ കുറിച്ച് കേട്ടാൽ, അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ കേട്ടാൽ, അള്ളാഹുവിൻ്റെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കേട്ടാൽ, അള്ളാഹുവിൻ്റെ ശിക്ഷാ രക്ഷകളെക്കുറിച്ച് കേട്ടാൽ, അള്ളാഹുവിൻ്റെ അസ്മാകളെക്കുറിച്ച് കേട്ടാൽ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെക്കുറിച്ച് കേട്ടാൽ എൻ്റെ മനസ്സിൽ ഒരു ചലനവും ഉണ്ടാകുന്നില്ല. അത് ഏറ്റവും വലിയ ശിക്ഷയാണ്. നമ്മൾ ആരായിരിക്കണം? ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ആ ഒരു ക്വാളിറ്റി, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ, പറയപ്പെട്ടാൽ, ചർച്ച ചെയ്യപ്പെട്ടാൽ എൻ്റെ മനസ്സിന് ഒരു തരത്തിലുള്ള ചലനവും സംഭവിക്കുന്നില്ല എന്നാണെങ്കിൽ അതാണ് കടുപ്പമുള്ള ശിക്ഷ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.